FaucetPay വാലറ്റിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത്. മൈക്രോ പേയ്മെൻറ്റ് വാലറ്റാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് ക്രിപ്റ്റോ കറൻസീസ് ഏൺ ചെയ്യാവുന്നതുമാണ്. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ക്രിപ്റ്റോ കറൻസീസ് സപ്പോർട്ടഡ് ആണ്. ബിറ്റ്കോയിൻസ്, ഈതറിയം, ഡോജ്, ലൈറ്റ്, ബിറ്റ്കോയിൻ ക്യാഷ്, ഡാഷ്, അതേപോലെ നിരവധി. അതേപോലെ ഫ്രോസൺ ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് നിരവധി ഏൺ ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ അവർ പ്രൊവൈഡ് ഓഫർ വാൾസ് ചെയ്യുന്നുണ്ട്. സർവേ ടാസ്കുകൾ, ഗെയിംസുകൾ, റഫറൽ പ്രോഗ്രാംസ്, എക്സ്ചേഞ്ച്, അങ്ങനെ നിരവധി ഉണ്ട്. നമുക്ക് ഡാഷ്ബോർഡിൽ പോയി നോക്കാം. ഈ കാണുന്നതാണ് എൻ്റെ ഡാഷ്ബോർഡ് എന്ന് പറയുന്നത്. ഞാനിപ്പോൾ ഇതുവരെ ഏൺ ചെയ്തിട്ടുള്ള കോയിൻസുകളാണ് കാണിക്കുന്നത്. ബിറ്റ്കോയിൻ, ഈതറിയം, ഡോജ്, ലൈറ്റ് കോയിൻ, അവരുടെ ബാലൻസുകൾ നമുക്ക് കാണാവുന്നതാണ്. ഇതൊക്കെ സിമ്പിളായിട്ടുള്ള ചെറിയ ചെറിയ ടാസ്കുകൾ ചെയ്തിട്ട് നമ്മൾ ഏൺ ചെയ്യാവുന്നതാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏണിൽ ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് പേ ടു ക്ലിക്ക് എന്ന് പറയുന്നത് ഒരു സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡാണ്. ജസ്റ്റ് അഡ്വർടൈസിങ് 7 സെക്കൻഡ് അല്ലെങ്കിൽ 30 സെക്കൻഡുകൾ നമ്മൾ കണ്ടുകൊണ്ട് ഒരു 1 സതോഷി നമുക്ക് ഏൺ ചെയ്യാവുന്ന ഒരു പ്രോഗ്രാമാണ് പേ ടു ക്ലിക്ക് എന്ന് പറയുന്നത്. ജസ്റ്റ് വെയിറ്റ് ചെയ്യുക, ക്യാപ്ചർ കൺഫർമേഷൻ ചെയ്യുക. തുടർന്ന് വരുന്ന പേജ് നമുക്ക് ഓപ്പൺ ആകുന്നില്ല. നമുക്കിപ്പോൾ ജസ്റ്റ് ഇപ്പോൾ കാണാം. ഇപ്പോൾ 1 സതോഷി നമ്മുടെ ഇതിലേക്ക് നമുക്ക് ഏൺ ചെയ്തിട്ടുണ്ട്. അതുപോലെ ബാക്കിയുള്ള എല്ലാം കൂടി നമ്മൾ ഏൺ ചെയ്യാവുന്നതാണ്. അത് 1 ബൈ 1 ആയിട്ട് ഞാൻ ചെക്ക് ചെയ്യുകയാണ്. BTC സൈറ്റ് ആണ്. ജസ്റ്റ് 7 സെക്കൻഡുകൾ വെയിറ്റ് ചെയ്യുക. ഓരോ സൈറ്റ് നമ്മൾ വിസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു സതോഷി എന്ന് പറഞ്ഞിട്ടുള്ള ആണ് നമുക്ക് ബിറ്റ്കോയിൻസിലേക്ക് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ടോട്ടൽ ഇപ്പോൾ എത്ര ബിറ്റ്കോയിൻസ് ഏൺ ചെയ്തു എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ഡാഷ്ബോർഡ് ചെക്ക് കഴിഞ്ഞാൽ ഇപ്പോൾ കാണാം ജസ്റ്റ് 10 എന്നുള്ളത്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് വെറും 7 സെക്കൻഡുകൾ കൊണ്ടാണ് ഇത് ഏൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഏത് കോയിൻസ് ഇതേപോലെ ഏൺ ചെയ്യാവുന്നതാണ്. നമ്മുടെ മൾട്ടിപ്പിൾ BTCയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഗെയിംസ് ചെയ്തുകൊണ്ട് നമുക്ക് കൊടുക്കുന്ന ഇത് നമുക്ക് മൾട്ടിപ്പിൾ ചെയ്യാം. കോയിൻ സ്വാപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഏതിലേക്ക് വേണോ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യേണ്ടത്, അത് സ്വാപ്പ് ചെയ്യേണ്ടത്. ഇപ്പോൾ ബിറ്റ്കോയിന് സ്വാപ്പ് ചെയ്ത് ഈതറിയത്തിൽ സ്വാപ്പ് ചെയ്യാം. അതിൻ്റെ വാല്യൂ കൊടുക്കാം. അതുപോലെ മൾട്ടിപ്പിൾ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏത് കോയിൻസാണ് നമുക്ക് കളിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെയിംസാണ് ഇത് കേട്ടോ. ഇപ്പോൾ ഡോജ് ആണെങ്കിൽ ഡോജ് നമ്മൾ സെലക്ട് ചെയ്യുന്നു. അതിന് ശേഷം നമ്മൾ അതിൻ്റെ ബെറ്റ് ചെയ്യുവാണ്. നമുക്ക് ഏത് കോയിൻസ് വേണമെങ്കിലും സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ബെറ്റ് ചെയ്യാം. അതായത് ഹൈ, ലോ എന്നുള്ള, അതായത് താഴെ കൊടുത്തിരിക്കുന്ന 4999, 5000, അതിൻ്റെ ഇടയ്ക്ക് വരുന്ന നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതനുസരിച്ചാണ് പോകുന്നത്. അതുപോലെ ഫ്രോസൺ ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ കോയിൻസാണ് നമുക്ക് ഏൺ ചെയ്യേണ്ടത് കഴിഞ്ഞാൽ അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് താഴെ കുറേ ലിസ്റ്റുകൾ കാണാം. ആ ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് കിടക്കുന്നത് ഏതാണോ അതായിരിക്കും നമുക്ക് കൂടുതലായിട്ടും പേ ഔട്ട്സ് ഉണ്ടാവുക. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വ്യൂ കൊടുക്കുക. നമ്മുടെ ഇതിൻ്റെ അകത്ത് റേറ്റിംഗ് അനുസരിച്ച് നമുക്ക് സൈറ്റ് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് അതിൻ്റെ അകത്ത് രജിസ്ട്രേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഡയറക്റ്റ് നമ്മൾ അഡ്രസ്സ് കൊടുത്തുകൊണ്ട് നമുക്ക് ഏൺ ചെയ്യാവുന്നതാണ് കേട്ടോ. അതുപോലെ ഓഫർ വാളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് സർവേ ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ്. നമുക്ക് രജിസ്ട്രേഷൻ ആയിരിക്കും കൂടുതലും ഇതിൻ്റെ അകത്ത് വരിക. അതിന് നിരവധി സർവേസ് നമുക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഡാഷ്ബോർഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് 1 ബൈ 1 ആയിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് സ്റ്റാറ്റിക്സ്, ലിങ്ക്ഡ് അഡ്രസ്സ്, ഡെപ്പോസിറ്റ്, വിഡ്രോവൽ, അങ്ങനെ നിരവധി ഓപ്ഷൻസ് കാണാം. നമ്മുടെ ലിങ്ക്ഡ് അഡ്രസ്സിൽ നമ്മുടെ വാലറ്റിൻ്റെ അഡ്രസ്സ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വിഡ്രോവൽ ചെയ്യാൻ നേരത്ത് നമ്മുടെ വാലറ്റിലേക്ക് ഡയറക്റ്റ് ഈ എമൗണ്ടുകൾ നമുക്ക് വിഡ്രോ ചെയ്യാവുന്നതാണ്. നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ റിസീവ് ചെയ്തിട്ടുള്ള കോയിൻസിൻ്റെ ഹിസ്റ്ററീസ് ആണ് കാണുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഫ്ലൈ സ്റ്റാക്കിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഒരു ക്ലൗഡ് മൈനിങ് ആണ് കേട്ടോ. ക്ലൗഡ് മൈനിങ്ങിൽ നമ്മൾ എമൗണ്ട് അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് മൈനിങ് ചെയ്യാവുന്ന ഒരു ഇതാണ് ഫ്ലൈ സ്റ്റാക്ക് എന്ന് പറയുന്നത്.